എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ നീരജ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. ഈ വീഡിയോ നിങ്ങൾ യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ഒരു വീഡിയോയിലും പറയാറില്ല നിങ്ങൾ ഈ വീഡിയോ കാണണം, നിർബന്ധമായിട്ടും കാണണം എന്ന് പറയാറില്ല. കാരണം എന്നെ ഒരു 3 മിനിറ്റ് സഹിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്ക് തന്നെ അറിയാം, എൻ്റെ വൈഫ് പറയാറുണ്ട്, അതൊക്കെ എനിക്കറിയാം. പക്ഷേ ഈ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ടും കാണണം. കാരണം എന്താ വെച്ചാൽ ദിസ് ഈസ് എ വീഡിയോ വിച്ച് ക്യാൻ ഗിവ് ഇൻസൈറ്റ്. കുറച്ച് നിങ്ങൾക്കൊരു വേറൊരു ഇത് തരുന്നൊരു വീഡിയോ ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് വരുന്ന 90% പേഷ്യൻസും പല ട്രീറ്റ്മെൻറ്റും, അതായത് PRP, GFC അല്ലെങ്കിൽ മീസോതെറപ്പി, ഡ്യൂട്രസ്റ്റൈഡ് മീസോതെറപ്പി എല്ലാം എടുത്ത് ഫെയിലായിട്ടുള്ള ആളുകളായിരിക്കും. ഇതൊക്കെ ചെയ്ത് അവർ പല രീതിയിൽ പൈസ നഷ്ടപ്പെട്ട് ആകെപ്പാടെ ബുദ്ധിമുട്ടി വരുന്ന ആളുകളായിരിക്കും ഞങ്ങൾക്കുള്ള 90% പേഷ്യൻസും. അത് ഒന്നാമത്തെ കാര്യം. അപ്പോൾ നിങ്ങൾ ഈ വരുന്ന പേഷ്യൻസ് മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ചിലപ്പോൾ അതിന് മുമ്പ് പറ്റിക്കപ്പെട്ടിട്ടുണ്ടാവും, നിങ്ങളെ ചിലപ്പോൾ അവർ കുറേ പൈസ പറ്റിച്ചിട്ടുണ്ടാവും. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ഇവിടെ DLAP-നായിട്ട് നിങ്ങൾ കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇഫ് യു ആർ റെഡി ടു ഡു SCT, നിങ്ങൾ SCT എടുക്കാൻ വേണ്ടി DLAP-ൽ വന്നു കഴിഞ്ഞാൽ ദയവ് ചെയ്ത് പിന്നെ നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. യു ഷുഡ് ബി ഫോക്കസ്ഡ് ഓൺലി ഓൺ ദിസ്. ഞങ്ങൾ പറയുന്ന പോലെ കേൾക്കുക. ഞങ്ങൾ ചിലപ്പോൾ മിനോക്സിഡിലായിരിക്കും കൊടുക്കുക, ചിലപ്പോൾ നമ്മൾ റിഡൻസിൽ കൊടുക്കും, ചിലപ്പോൾ ഡ്യൂട്രാസ്റ്റൈഡ് കൊടുക്കും. ഇതെല്ലാം കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഞങ്ങൾക്ക് നിർത്താനും അറിയാം. ഞങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ വിചാരിച്ചേ, ഞങ്ങൾ 3-4 കൊല്ലമായിട്ട് ഇത് തുടങ്ങിയതാണ്. ഞങ്ങളൊരു പേഷ്യൻ്റ് ദോഷം വരണം അല്ലെങ്കിൽ മുടി കൊഴിഞ്ഞു പോകണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മിനോക്സിൽ കൊടുക്കുമോ? അങ്ങനെയായിട്ട് നിർത്തിക്കോളാം, അവർക്ക് മുടി ഒഴിഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ എന്ത് ധൈര്യത്തിൽ ഞങ്ങൾ അങ്ങനെ കൊടുക്കുക? ഞങ്ങളിപ്പോൾ മിനോക്സിലാണെങ്കിലും ഫിനോസ്റ്റൈഡ് ആണെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഇൻ എ കൺട്രോൾഡ് മാനർ. അതായത് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് അത് ഡൈല്യൂട്ടഡ് ഫോമിലുള്ള മിനോക്സിലാണ് കൊടുക്കാറ്, ഏറ്റവും ഡൈല്യൂഷൻസിലുള്ളത്. എന്താ ഡൈല്യൂഷൻസ് എന്നൊക്കെയുള്ള കാര്യം അറിയണവർക്ക് അറിയുണ്ടാവും. ഏറ്റവും ഡൈല്യൂട്ടഡ് ഫോമിലുള്ള വോളിയം ബൈ വോളിയം ഡൈല്യൂഷൻസിൽ ഏറ്റവും കുറവ് ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള ഫോമിലുള്ള മിനോക്സിൽസ് ആണ് കൊടുക്കാറ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന മിനോക്സിലാണെങ്കിൽ, നമ്മൾ കൊടുക്കുന്ന റിഡൻസിലാണെങ്കിൽ ഡോക്ടർ എന്താണോ തരുന്നത്, ഞാനാണെങ്കിൽ ശരി, ഞങ്ങളെ ക്ലിനിക്കിലുള്ള ബാക്കി 4-5 ഡോക്ടേഴ്സ്, ബാക്കി 3-4 ഡോക്ടേഴ്സ് ആണെങ്കിൽ ശരി, എന്താണോ തരുന്നത് അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, നിങ്ങളത് യൂസ് ചെയ്യുക. ഞങ്ങൾ പറയുന്ന പോലെ ഒന്ന് കേട്ടു നോക്കൂ. നിങ്ങൾക്കിപ്പോൾ പല സ്ഥലത്തും നിങ്ങൾ പോയി മുടി വന്നില്ല, അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്നത്. അപ്പം ഞങ്ങളെ പരീക്ഷിക്കാൻ നിൽക്കാതെ നിങ്ങളുടെ അവസ്ഥ ഒന്ന് മാറ്റാനുള്ള ഒരു പോംവഴിയായി കണക്കാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. അല്ലാതെ നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കാൻ നോക്കിയാൽ, അല്ലെങ്കിൽ ഞങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യാൻ നോക്കിയാൽ അതിൻ്റെ കാര്യമില്ല. അവിടെ അതല്ല വേണ്ടത്. നിങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ നോക്കിയോണ്ട് ഞങ്ങൾക്കൊരു ഉപകാരമില്ല, നിങ്ങൾക്കും ഉപകാരമില്ല. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഇതിൽ വരുന്നുണ്ടെങ്കിൽ 100% ഇതിനോട് വിശ്വസനീയമായിട്ട് വേണം വരാൻ. അല്ലാതെ ആരാണ്ടും പറയണത് കേട്ടിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തം പറയണത് കേട്ടിട്ട് ഒന്നും ഇവിടെ വന്ന് ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് നല്ല ബോധ്യം ഉണ്ടെങ്കിൽ മാത്രം വന്ന് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഞങ്ങളിവിടെ ഒരു പേഷ്യൻറ്റിനോടും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് കാശുണ്ടെങ്കിൽ നിങ്ങൾ ട്രാൻസ്പ്ലാന്റേഷൻ പോയി ചെയ്തോളൂ. ആ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഗുണങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഹെയർ ലൈൻ കിട്ടും, എല്ലാം ശരിയാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഭാവിയിൽ കൊഴിച്ചിൽ, മീൻസ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 35 വയസ്സുള്ള ആളാണ്, ഭാവിയിൽ കഷൻ്റെ ആവാൻ ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റ് വന്നെടുക്കുകയാണെങ്കിൽ അതൊരു ചെറിയ ഷെഡിങ് ഫേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഹെയർ ഗ്രോത്ത് തുടങ്ങും. ആ ഹെയർ ഗ്രോത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ SCT എടുത്ത ആളുകൾക്കൊക്കെ ഞങ്ങൾ കൊല്ലത്തിലൊരിക്കൽ എന്താ കൊടുക്കുന്നത് അറിയോ? ഒരു ഫ്രീ അല്ല, ഒരു 1000 റുപ്പീസിൻ്റെ ഒരു ഇത് കൊടുക്കുന്നുണ്ട്. എന്ത് ബൂസ്റ്റർ, അതായത് മെയിൻ്റനൻസ് ബൂസ്റ്റർ കൊടുക്കുന്നുണ്ട്. ആ മെയിൻ്റനൻസ് ബൂസ്റ്റർ എടുത്താൽ തന്നെ ഞാൻ പറയാലോ, കൊല്ലത്തിലൊരിക്കലും ഒരു 1000 രൂപ ചിലവാക്കണോണ്ടൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. SCT ഒരിക്കലും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊല്ലത്തിലൊരിക്കലോ അല്ലെങ്കിൽ 6 മാസം ഒരിക്കലോ നിങ്ങളൊരു 1000 രൂപ ചിലവാക്കി ഈ മെയിൻ്റനൻസ് ബൂസ്റ്ററും കൂടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറയാലോ എഴുതി ഒപ്പിട്ട് തരാം. ഒരു 10 കൊല്ലമെങ്കിലും നിങ്ങൾക്ക് കഷണ്ടി വൈകിക്കാൻ പറ്റും. അതേപോലെ ക്രൗൺ ഏരിയ ഇല്ലാത്ത മുടിയില്ലാത്ത ഇവിടെ ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ സുഖസുന്ദരമായിട്ട് നമുക്ക് മുടി വരുത്താൻ പറ്റും. അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും പറ്റും. നമ്മൾ പറയുന്ന പോലെ കേൾക്കുക, നമ്മൾ പറയുന്ന പോലെ സിറം യൂസ് ചെയ്യുക. ഞങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ദോഷത്തിന് വേണ്ടി ഞങ്ങൾ ഒരു കാര്യം ഇവിടെ ചെയ്യില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ നമ്പർ ഓഫ് പേഷ്യൻസിനെ ഒന്ന് കണക്കാക്കുക. ഞങ്ങൾക്കിപ്പോൾ ഏകദേശം 10,000-നടുത്ത് പേഷ്യൻറ്റ് വന്നിട്ടുണ്ടാവും ഇത്രയും കാലത്തിനൊക്കെ. അത് ഈവൻ ഞങ്ങളുടെ ശത്രുക്കൾ പോലും അംഗീകരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇത്ര പ്രശ്നമുള്ളത്, മനസ്സിലായല്ലോ. ഇത്രയും പേഷ്യൻസ് വന്നിട്ട് ഞങ്ങൾക്ക് ഇന്നേ വരെ ഒരു പ്രശ്നം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അപ്പം ഞങ്ങൾ ഒരു പേഷ്യൻറ്റിന് ദ്രോഹം ചെയ്യണമെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ അവർ മുടി പൊഴിഞ്ഞു പോകണമെന്ന് വിചാരിച്ചിട്ടോ നമ്മൾ ഒരിക്കലും ഒരു സാധനം കൊടുക്കില്ല. ഞങ്ങളിവിടെ കൊടുക്കുന്ന ഓരോ കാര്യത്തിനും പൂർണ്ണ ബോധ്യമുണ്ട്. അതിൻ്റെ മെക്കാനിസം ആക്ഷൻ എന്താണെന്ന് അറിയാം, അതെങ്ങനെയാണ് നിർത്തേണ്ടത് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അത് എപ്പോൾ നിർത്തണം എന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് വരുന്നവർ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ നോക്കാതെ നിങ്ങൾ ഞങ്ങളെ വിശ്വസിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അതിന് താല്പര്യമില്ലെങ്കിൽ പാതി വിശ്വാസത്തിൽ വന്നിട്ട് കാര്യമില്ല. ഇഫ് യു ആർ ഹാവിങ് ഹാഫ്
50% ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ 50% ഡൗട്ട് ആണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ സ്റ്റേ അവേ ഫ്രം ദിസ് ട്രീറ്റ്മെൻറ്റ്. ആൻഡ് എന്താ പറയുക, ആ 50% ഡൗട്ടും കൂടി മാറ്റിയതിൻ്റെ ശേഷം വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തോളൂ. എന്തിനാണ് ഇപ്പോൾ ഇത്ര പെട്ടെന്ന് എടുത്ത് വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന കാര്യം? മുടി ഉണ്ടെങ്കിൽ അവിടെ മുടി അങ്ങോട്ട് ഒരു 2-3 മാസം കൊണ്ടൊന്നും കൊഴിഞ്ഞു പോകുന്നില്ലല്ലോ. അതുകൊണ്ട് ആലോചിച്ചിട്ട് വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഓക്കെ, നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞ പോലെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാമല്ലോ, നിങ്ങൾ എന്തുകൊണ്ട് ഈ വലിയ എന്താ പറയുക മീൻസ് കുറേ ഇഷ്ടംപോലെ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഇഷ്ടംപോലെ റിസർച്ച് ചെയ്യുന്ന ആളുകൾ, കളക്ടർമാർ, അവർ പോലീസ് ഓഫീസേഴ്സ് ഒക്കെ വന്ന് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ഒന്നും ഒരു പ്രശ്നവുമില്ല. അവർക്കൊക്കെ റിസൾട്ടും കാര്യങ്ങളും എല്ലാം നല്ലപോലെ ഉണ്ട്. എന്തുകൊണ്ടത് അറിയുമോ? അവരത്ര ഹൈ ആയിട്ട് നിൽക്കുന്ന ആളുകളായതുകൊണ്ട് അവർക്ക് അറിയാം ഇതിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ, ട്രസ്റ്റബിൾ ആണോ ഇല്ലയോ എന്ന് അവർ നന്നായിട്ട് റിസർച്ച് നടത്തിയിട്ട് അവർക്കൊരു ഉറപ്പുള്ളതുകൊണ്ട് അവർ ആ ഒരു വിശ്വാസം ഞങ്ങൾ അർപ്പിച്ചിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവർ നമ്മൾ പറയുന്ന പോലെ ചെയ്യും. നമ്മളിപ്പോൾ മിനോക്സിൽ കൊടുക്കുകയാണെങ്കിൽ ശരി, റിഡൻസിൽ കൊടുക്കുകയാണെങ്കിൽ ശരി, ഞങ്ങളത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അത് നിർത്താൻ എപ്പോൾ പറ്റും, എങ്ങനെ നിർത്തണം എന്നൊക്കെ. അത് ഞങ്ങൾക്ക് റിഡൻസിൽ എടുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കണ്ട. ഞാൻ അങ്ങനെ പറയില്ല. ഞാൻ പറയാലോ, ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ റിഡൻസിലോ നിങ്ങൾ മിനോക്സിഡിലോ ഞങ്ങൾ തരും. അത് യൂസ് ചെയ്യുക, അതിൻ്റെ കൂടെ ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അങ്ങനെ വരുമ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടുക. ഇനി നിങ്ങൾക്ക് ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കാം, ഈ സിറം അല്ലെങ്കിൽ ഇതില്ലാതെ. പക്ഷേ മറ്റേൻ്റെ അത്രയും ബെസ്റ്റ് റിസൾട്ട് പ്രതീക്ഷിക്കേണ്ട. കാരണം എന്താ വെച്ചാൽ ടൈം വരും, നല്ല ടൈം വരും, റിസൾട്ടിന് ടൈം വരും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇത് കൊടുക്കുന്നത് എന്തിനാ, സിറം എന്തിനാ കൊടുക്കുന്നത് അറിയോ? നമ്മൾ മിനോക്സിലും കാര്യങ്ങളൊക്കെ എന്തിനാ കൊടുക്കുന്നത്? ഒന്ന് പെട്ടെന്ന് ഗ്രോത്ത് ആയി വരാൻ, അതായത് ന്യൂട്രീഷനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ബ്ലഡ് സപ്ലൈ വഴി ഇൻക്രീസ് ചെയ്തിട്ട് ആ രക്തക്കുഴൽ കൂടുതൽ വികസിക്കുമ്പോൾ കൂടുതൽ രക്തയോട്ടം ഉണ്ടാവും. അങ്ങനെ ആ ഹെയർ ഗ്രോത്ത് കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അല്ലാതെ മുടിയങ്ങ് വരുത്താൻ വേണ്ടിയിട്ടല്ല. ഓവറോൾ സ്കാൽപ്പിലുള്ള രക്തം ഓട്ടം കൂട്ടാൻ വേണ്ടിയിട്ടാണ് മിനോക്സിൽ കൊടുക്കുന്നത്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ ഞങ്ങൾക്കറിയാതെ എങ്ങനെ കൊടുക്കണമെന്നും ഞങ്ങൾക്കറിയാതെ എങ്ങനെ നിർത്തണമെന്നും. കാരണം ഞങ്ങളിത് മിനോക്സിൽ ഞങ്ങൾ ഡൈല്യൂട്ടഡ് ഫോമിലാണ് കൊടുക്കുന്നത്. അതായത് വോളിയം ബൈ വോളിയം ഡൈല്യൂഷൻസിൽ 5% തന്നെ, അത് എത്രത്തോളം ഡൈല്യൂട്ട് ആയിട്ടോ പറ്റുമോ അത്രത്തോളം ഡൈല്യൂട്ടഡ് ഫോമിലാണ് ഞങ്ങൾ കൊടുക്കാറ്. കാരണം എന്താ വെച്ചാൽ ഭാവിയിൽ നിർത്തണം എന്നുള്ള ഒരൊറ്റതിൽ ഞങ്ങളിവിടെ ഏതെങ്കിലും പേഷ്യൻസിന് 12.5% കൊടുത്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ മതി. ഒരാൾക്കും നമ്മൾ എന്താ പറയുക, ഭയങ്കര ഹെവി ഡോസ് കൊടുത്ത ആളുകൾക്ക് മുടി വരുത്തണം അങ്ങനത്തെ സ്കീമല്ല. ഞങ്ങൾക്ക് വേണ്ടത് എന്താ വെച്ചാൽ ആളുകൾക്ക് മുടി വരണം, അറ്റ് ദ കോസ്റ്റ് അവർ തന്ന ചിലവ് കറക്റ്റായിട്ട് പോകും വേണം, അവർക്ക് അതിനുള്ള റിസൾട്ട് കിട്ടണം. അപ്പോൾ ദയവേത് നമ്മളെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ ഇതെല്ലാം അംഗീകരിച്ച് വേണം വരാൻ, അല്ലെങ്കിൽ നിങ്ങൾ വരാതിരിക്കുക. ഞങ്ങൾ ഒരു കാര്യം ഉറപ്പ് പറയാം, നിങ്ങൾക്ക് ഞങ്ങൾ ഫോളോ ചെയ്ത പോലെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% ഞാൻ പറയാലോ ഹെയർ റിസൾട്ട് കിട്ടും. ആ റിസൾട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള വകുപ്പും ഞങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വന്ന് ചെയ്യാം. ഇനി മിനോക്സിൽ ഞാൻ എൻ്റെ ജന്മത്തിൽ എടുക്കില്ല എന്നാണെങ്കിൽ നിങ്ങൾ മിനോക്സിൽ എടുക്കണ്ട. നിങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റ് മാത്രം ചെയ്തിട്ട് എനിക്ക് ഈ മിനോക്സിൽ വേണ്ട, ആ മിനോക്സിൽ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ പറയുന്ന പോലെ ഞങ്ങൾ കൊടുക്കുന്ന മിനോക്സിലാണ്, അല്ലാതെ വേറെ ബ്രാൻഡൊന്നല്ല ഞങ്ങൾ കൊടുക്കുന്നത്. ഞങ്ങൾ ഡൈല്യൂട്ടഡ് ഫോമിലുള്ള ഞങ്ങൾ ഡീലാപ്പിലുള്ള മിനോക്സിലാണ് കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? അത് യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അത് റിഡൻസിലാണെങ്കിൽ അത് യൂസ് ചെയ്യുക. അതിൻ്റെ കൂടെ യൂസ് ചെയ്യാനുള്ളതാണിത്. ഇതൊരു പാക്കേജ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. മനസ്സിലായോ? ഇനി വേറൊരു കാര്യം കൂടി പറയാം. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ക്രൗൺ ഏരിയ മാത്രം റെഡിയാക്കിയാൽ മതി എന്നൊക്കെയാണ്. അത് മാത്രമായിട്ട് റെഡിയാക്കി ഒറ്റ സെഷൻ എടുത്താൽ മതി. 8,500 രൂപ ആവുന്നുള്ളൂ. 8,500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിയിൽ 1000 രൂപയ്ക്ക് എത്രയോ നിങ്ങൾക്ക് എന്താണ് പറയുക, ഇതെടുക്കാം, മെയിൻ്റെനൻസ് ബൂസ്റ്റർ എടുക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾ ഒരു 10 വർഷം വരെയൊക്കെ നിങ്ങൾക്ക് എന്തായാലും കഷണ്ടി ഡിലേ ചെയ്യാൻ പറ്റും. അതും വേറൊരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ. ഒരു കാര്യം ഞാൻ പറയാം, ഞങ്ങൾ ഇവിടുന്ന് മിനോക്സിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ അത് നിർത്തിക്കുക, ഞങ്ങൾ തന്നെ അത് നിർത്താൻ എന്താ വഴി എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അല്ലാതെ മിനോക്സിൽ കൊടുത്തിട്ട് അതെങ്ങനെ നിർത്തേണ്ടതെന്ന് പറയാത്ത ആളുകളല്ല. അതും 12 പോയിന്റ്, അതും ഞങ്ങൾ കമ്പനി മിനോക്സിലല്ല കൊടുക്കുന്നത്, ഡൈല്യൂട്ടഡ് ഫോമിലുള്ള മിനോക്സിലാണ് കൊടുക്കുന്നത്. അതും കൂടി ഓർക്കണം. അത് എന്തുകൊണ്ട് ഞങ്ങൾ ഡൈല്യൂട്ടഡ് ഫോമിൽ കൊടുക്കുന്നതെന്നും കൂടി ആലോചിക്കണം. പിന്നെ റിഡൻസിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ റിഡൻസിൽ എങ്ങനെയാണ് കൊടുക്കുന്നത്, എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അതെങ്ങനെ എപ്പോൾ നിർത്തണം എന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വന്നെടുക്കുക. ഇതിനോട് താല്പര്യമില്ല, അത് ചെയ്യാൻ താല്പര്യമില്ല, ഞാൻ ഡെർമാറോളജി ചെയ്യില്ല, ഞാൻ ഇത് കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്യില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റ് വരണ്ട. മനസ്സിലായോ? ഈ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടി കൂടിയിട്ടുള്ള റിസൾട്ടാണ് നിങ്ങളിപ്പോൾ പ്രസൻ്റ്ലി ഞാൻ ഇടുന്ന ഫോട്ടോസിലൊക്കെ കാണുന്നത്. എല്ലാം കൂടി കൂടിയിട്ടാണ്. ഇതെല്ലാം കൂടി കൂടിയിട്ട് ഇത്രയും റിസൾട്ട്, അതായത് ഞാനിപ്പോൾ ഇടുന്ന ഫോട്ടോസിലുള്ള ആ ഒരു മാറ്റം നിങ്ങൾക്ക് ഒരിക്കലും മിനോക്സിൽ മാത്രം യൂസ് ചെയ്താൽ കിട്ടില്ല. മനസ്സിലായോ? ഒരിക്കലും നിങ്ങൾക്ക് റിഡൻസിൽ മാത്രം യൂസ് ചെയ്താൽ കിട്ടില്ല. ഈ എല്ലാം കൂടി കൂടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള റിസൾട്ടാണത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കണം, ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വരുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം,
നിങ്ങൾ ഞങ്ങൾ പറയുന്ന പോലെ കേൾക്കാൻ റെഡി ആവണം, ഞങ്ങൾ പറയേണ്ട അത്രയും കാലം സ്ഥിരം യൂസ് ചെയ്യാൻ റെഡി ആവണം, ഞങ്ങൾ പറഞ്ഞ പോലെ ഡെർമാ റോളിങ് ചെയ്യാൻ റെഡി ആവണം. ഇതെല്ലാം ചെയ്യാൻ റെഡി ആണെങ്കിൽ മാത്രം വരിക. അതല്ല നിങ്ങൾ ബാക്കി ആരെങ്കിലും പറയണത് കേട്ടിട്ട് എന്തെങ്കിലും കേട്ടിട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ചെയ്യുകയാണെങ്കിൽ, കാരണം ഞാൻ ഒരു കാര്യം പറ്റേ, പണ്ട് എല്ലാവരും കുറേ കുറ്റം പറഞ്ഞിരുന്നു. എന്ത് ഹെയർ, ഞങ്ങൾ ഈ റീജനറേഷൻ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയപ്പോൾ SCT തുടങ്ങിയപ്പോൾ കുറേ പേര് കുറ്റം പറയാൻ ഞാൻ കണ്ടിരുന്നു. ഇപ്പോൾ അവരൊക്കെ ഇതിനെപ്പറ്റി പറഞ്ഞ് ഇതിൻ്റെ മെത്തേഡ്, ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്ന ഇഷ്ടം പോലെ ക്ലിനിക്ക് ഉണ്ട്. കാരണം ഈ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ക്ലിനിക്കുകൾ കുറച്ച് എണ്ണത്തിൻ്റെ നിങ്ങൾ വെബ്സൈറ്റിൽ നിന്ന് കയറി നോക്കിയാൽ മതി. അതിൽ കാണാം ചെറിയ അക്ഷരത്തിൽ റീജനറേറ്റീവ് മെഡിസിൻ. അതായത് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് തന്നെ. നാണമില്ലല്ലോ ഇവർക്കൊക്കെ, ഇത്രയും നാണം കെട്ടാൻ മനുഷ്യന്മാരാണിത്. അതായത് ഇത്രയും കാലം കുറ്റം പറഞ്ഞാൽ എന്താണോ അതന്നെ അവർക്ക് മനസ്സിലായി. അവർക്ക് മനസ്സിലായി ഹെയർ വരുന്നുണ്ടല്ലേ. അപ്പം ഇങ്ങനെയാണ് കാര്യം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ആരും നിർബന്ധിക്കില്ല നിങ്ങളെ ഇവിടെ വന്ന് എടുക്കണമെന്ന്. ട്രാൻസ്പ്ലാന്റേഷന് വേണോ അതിന് പോയിക്കോ, എന്തിനു വേണമെങ്കിലും പോയിക്കോ. പക്ഷെ ഇവിടെ വന്ന് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ വിശ്വസിച്ച് വന്ന് ഞങ്ങളോട് അർപ്പണബോധത്തോടു കൂടി ചെയ്യുക. അല്ലാതെ പാതി മനസ്സ് ഇവിടെ ചെയ്തിട്ട് ഞങ്ങൾക്കിട്ട് പിന്നെ അവിടെ നിന്ന് കുറച്ച് റിസൾട്ട് ഇല്ല കേട്ടോ എന്ന് പറയുന്നത് കാര്യമില്ല. മനസ്സിലായോ? പിന്നെ ഇവിടെ നിങ്ങൾ പൈസ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പൈസ എവിടെയും പോണില്ല. അത് ആദ്യം മനസ്സിലാക്കുക. അത് ഞാൻ വീണ്ടും പറയാം. ചില ആളുകൾ പൈസ പോയി, എന്ത് പൈസ നിങ്ങളുടെ പോയത്? നിങ്ങൾ എന്ത് പൈസ പോയത്? നിങ്ങൾക്ക് പൈസ പോയി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് പൈസ ചോദിച്ചിട്ടുണ്ടോ? റീഫണ്ട് ചോദിച്ചിട്ടുണ്ടോ? റിസൾട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ റീഫണ്ട് നമ്മൾ കൊടുക്കുന്നതാണ്. അത് നമ്മൾ തമാശ പറയണല്ല. 3 കൊല്ലം ഞങ്ങൾ കൊടുക്കാൻ തുടങ്ങിയിട്ട്. ഒരു സ്ഥാപനം 3 കൊല്ലമായിട്ട് റീഫണ്ട് ഓപ്ഷൻ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സ്ഥാപനം അത്രത്തോളം കോൺഫിഡൻ്റ് ആയിരിക്കും ആ ട്രീറ്റ്മെൻറ്റിൽ. മനസ്സിലായോ? അത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ നിങ്ങൾ പൈസ പോയി എന്ന് പറയുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പൈസ പോയി എന്ന് അവിടെ പറഞ്ഞിട്ട് കമൻ്റ് ഇട്ട് കിട്ടുക കാര്യമില്ല. അത് എന്നെ വിളിച്ചിട്ട് കിട്ടുക. എന്നെ വിളിച്ചാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, കാരണം ഞാൻ തിരക്കിലായിരിക്കും. അതുകൊണ്ട് എൻ്റെ ക്ലിനിക്കിൽ വിളിച്ചാൽ മതി. ക്ലിനിക്കിൽ വിളിക്കുക, ക്ലിനിക്കിൽ മാനേജർ വിളിക്കുക. ഓപ്പറേഷൻ മാനേജർ ഉണ്ട്, ക്ലിനിക്കിൽ മാനേജർ ഉണ്ട്, ഓപ്പറേഷൻ മാനേജർ ഉണ്ട്, അല്ലെങ്കിൽ പേഷ്യൻ്റ് കോർഡിനേറ്റർ ഉണ്ട്. ഇവിടുത്തെ ഏതെങ്കിലും ജില്ലയിലെ മീൻസ് എറണാകുളമായാലും കോഴിക്കോടാണെങ്കിൽ അവരാരെങ്കിലും വിളിച്ച് പറഞ്ഞാലും മതി, അവരെന്നെ അറിയിക്കും. ഓക്കെ? അപ്പോൾ പൈസ പോയി എന്ന് പറഞ്ഞ് കമൻ്റ് ഇടേണ്ട ആ നേരം കൊണ്ട് നിങ്ങൾ ക്ലിനിക്കിലോട്ട് വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൈസയെങ്കിലും കിട്ടും, യഥാർത്ഥമാണെങ്കിൽ. ഓക്കെ? അതല്ല വെറുതെ പറയുകയാണെങ്കിൽ പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു രസം കേൾക്കണം. റീഫണ്ട് ഓൾറെഡി കൊടുത്ത ഒരാൾ വീണ്ടും വന്ന് റീഫണ്ട് വാങ്ങിയിട്ട് പോയിട്ട് ഇവിടെ. തമാശ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇങ്ങനത്തെ ആൾക്കാരെ പിന്നെ നമ്മൾ അങ്ങനത്തെ ഉള്ള ആളുകളോടൊക്കെ നമുക്ക് എന്ത് പറയാനാ? ഞങ്ങളിവിടെ റിസൾട്ട് ഇല്ലെങ്കിൽ ഞങ്ങൾ മാന്യമായിട്ട് റീഫണ്ട് കൊടുക്കും. ഒരുത്തൻ്റെ ഒരു 10 പൈസ ഞങ്ങൾക്ക് വെറുതെ വേണ്ട. ദാറ്റ് ഈസ് എന്താ പറയുക, എൻ്റെ പോളിസിയാണ്. എനിക്ക് അങ്ങനെ വെറുതെ കിട്ടി തൊണ്ടയിൽ ഇറക്കാൻ പറ്റില്ല, വെറുതെ ഉള്ള പൈസ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ പൈസ തരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ പൈസ ഇവിടെ തരുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുക. യു ഷുഡ്, വെൻ യു ആർ ഗിവിങ് 8,500 rupees to us for a sitting, you should understand that whatever we are doing and whatever we are telling you to do are the things which is benefiting you. Okay? It is the sole cause of why you came for this treatment. നിങ്ങൾക്ക് നിങ്ങളുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് വന്നത്. അല്ലാതെ നിങ്ങൾ ഞങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഞങ്ങളെ ഒന്ന് എന്താ പറയുക ഇതാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എന്താ അജണ്ട വെച്ചിട്ടാണോ, അങ്ങനെയൊക്കെയുള്ളവരും വരുന്നുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. നിങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ബാക്കി നിങ്ങൾ മൈൻഡ് ഫ്രീ ആക്കുക. നിങ്ങൾക്ക് ഒരു 9 മാസം കൊണ്ട് മൊത്തത്തിൽ ഞാൻ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ് എത്ര തവണ പറയണം? നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കും. ഒരു ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾ പൈസ പോകില്ലല്ലോ. വേണമെങ്കിൽ റീഫണ്ട് വാങ്ങിയിട്ട് വേണമെങ്കിൽ പോകാമല്ലോ തിരിച്ച്. നിങ്ങൾ ജസ്റ്റ് ശ്രമിച്ചു നോക്കൂ, ഒന്ന് നോക്കൂ. അല്ലാതെ വെറുതെ നമ്മൾ പറയാമെന്ന് കേൾക്കുക. ഞാനത് യൂസ് ചെയ്യില്ല, ഞാൻ ഇത് യൂസ് ചെയ്യില്ല, പക്ഷെ ഞാൻ അത് ചെയ്യാം, ഇത് ചെയ്യില്ല പക്ഷെ ഇത് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്തോളൂ. എന്തിനാണ് ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്? ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കണമെങ്കിൽ ഞങ്ങൾ പറഞ്ഞ പോലെ കേൾക്കണം. അതിന് പറ്റില്ലെങ്കിൽ വീട്ടിലിരിക്കുക. ഇത്രയും തന്നെ. താങ്ക് യു.